അവൾ ഇവിടെ കാണും ഭാമേ. അകത്തും പുറത്തും എല്ലാം തെരഞ്ഞു. സരള ഫോൺ ചെയ്തിട്ട് അവൾ എടുക്കുന്നുമില്ല. എവിടെയാടി പ്രീതി? പ്രീതി അന്വേഷിക്കുമ്പോ ഇവിടുന്ന് ഇത്രയും ഭയക്കുന്നത്? രാഘവേട്ട, ഇവൾക്ക് എന്തോ അറിയാം. ശാലിനിയെ കാണാനില്ല. പറയടി, അവര് രണ്ടുകൂടി എവിടെ പോയി? ഭാമേ, എന്തിനാ ഇങ്ങനെ പോലീസ് മുറിയില് ഇവിടെ ചോദ്യം ചെയ്യുന്നേ? അതിനോട് എന്താ സംഭവിച്ചത്? എന്തോ കള്ളത്തരം നടക്കുന്നുണ്ട് രാഘവേട്ട. ഞാൻ കുറച്ചു മുമ്പ് ചെന്ന് നോക്കുമ്പോ ഇവള് ശാലിനിയും കൂടി എന്റെ റൂമിൽ നിന്ന് എന്തോ സ്വകാര്യം പറയുന്നു. ഭാമേ, അത് അന്നം തന്ന കൈക്ക് കടിക്കാൻ നോക്കരുത്. ഈ കല്യാണം പൊളിക്കാനുള്ള എന്തെങ്കിലും കളിയാണെങ്കിൽ ചെവിക്കുറ്റിക്ക് അടിച്ച് ചവിട്ടി പുറത്താക്കും ഞാൻ. അയ്യോ സത്യമേ, ഞാൻ അങ്ങനെ ചെയ്യൂ? എന്നാ പറ, പ്രീതി ശാലിനി എവിടെ പോയി? നിനക്കറിയാന്ന് എനിക്ക് മനസ്സിലായി. അറിയില്ല കേട്ടില്ല എന്നൊക്കെ പറഞ്ഞ കല്യാണമാണ് ആളുകളുണ്ടെന്നൊന്നും ഞാൻ നോക്കില്ല. അതിനുള്ള ശിക്ഷ ഇവിടെ വെച്ച് ഇപ്പൊ നീ അനുഭവിക്കും. അവര് ടൈലറിംഗ് ഷോപ്പിൽ പോയി സത്യമേ. ടൈലറിംഗ് ഷോപ്പിലോ? അതും ഈ സമയത്ത്? ഏതോ ബ്ലൗസ് മാറ്റാവുന്നില്ലെന്ന് പറഞ്ഞു. അമ്മേ, ഈ സമയത്ത് എവിടെ പോയിരുന്നതാ നിങ്ങള്? മെഡിക്കൽ ഷോപ്പിൽ പോയതാ സത്യാമ്മേ. പ്രീതിക്ക് ചെറിയൊരു പനി പോലെ. ഒരു ചോദ്യത്തിന് രണ്ടുത്തരോ? നിങ്ങള് ടൈലറിംഗ് ഷോപ്പിൽ പോയി എന്നാണല്ലോ പൊന്നു പറഞ്ഞത്. ടൈലറിംഗ് ഷോപ്പിലേക്കാ പോയത്. അതിനിടെ പ്രീതിക്ക് പനി വന്നത്. എന്നിട്ട് നിനക്കിപ്പോ പനി കുറവുണ്ടോ? കുറവുണ്ടമ്മേ. നിങ്ങൾ വാങ്ങാൻ പോയ ബ്ലൗസ് എവിടെ? അത് തയ്ച്ചു കിട്ടിയില്ല. കല്യാണം കഴിഞ്ഞിട്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ സുസ്മിത പിടിമുറുക്കും. അറിയാലോ അവളെ. കല്യാണം ഒന്നും നടക്കില്ല അച്ഛാ. കാര്യങ്ങൾ ഇതുവരെ എത്തിയിട്ട് എന്റെ ആത്മവിശ്വാസം നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? അച്ഛൻ കണ്ടു. കണ്ടോണ്ടിരിക്കുകയാണല്ലോ. ശാലിനി, എനിക്ക് വേണ്ടി നീ എന്തായത് പ്രീതി? ആരെങ്കിലുമൊക്കെ കാണും. ഇവിടെ കരച്ചിലും പിഴിച്ചിലും ഒന്നും വേണ്ട. പിന്നെ എന്തിനാ നമ്മൾ ഇതുവരെ പിടിച്ചു നിന്നത്? ശാലിനി, പക്ഷേ കല്യാണം നടന്ന അച്ഛൻ തന്നെ പറഞ്ഞിട്ടില്ലേ, നടക്കേണ്ടതാണെന്ന് ഭഗവാൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കും. ഇല്ലെങ്കിൽ അതാര് നിശ്ചയിച്ചാലും നടക്കില്ല. പിന്നെന്തിനാ നമ്മൾ ഓരോന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നത്? കണ്ണു തുടക്കി പ്രീതി. ശരി, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഇപ്പോഴാ പ്രമീളെ തലേന്നൊരു ഭാരം ഒഴിഞ്ഞതുപോലെ തോന്നുന്നേ. സത്യം, ഇതിനു മുമ്പ് വിഷ്ണുമോന്റെ സുസ്മിതയുടെയും കല്യാണം നിശ്ചയിച്ചപ്പോ ഞാനും ഉണ്ടായിരുന്നല്ലോ മണ്ഡപത്തില്. അന്നവിടെ എന്തൊക്കെയാ നടന്നത്? ആൾക്കാര് കേട്ടാ വിശ്വസിക്കൂ? വിഷ്ണുമോൻ കൂട്ടിക്കൊണ്ടുവന്ന പെണ്ണ് ഏതാന്ന് അന്വേഷിച്ചപ്പോ ഒരു ചായക്കടക്കാരിയുടെ മകള്. കല്യാണം കൂടാൻ വന്ന ഞങ്ങളുടെയും കൂടെ തൊലി ഉരിഞ്ഞു പോയ അവസ്ഥയായി. അങ്ങനെ തന്നെ സത്യഭാമ ഇത്രയും നാളും ജീവിച്ചോണ്ടിരുന്നത്. തലയുയർത്തി നാലാളുടെ മുഖത്ത് നോക്കാൻ വയ്യ. പക്ഷെ ദൈവം തുണയായി. നഷ്ടപ്പെട്ട അഭിമാന അന്തസ്സൊക്കെ തിരിച്ചു പിടിക്കുക സത്യഭാമ ഈ ദിവസത്തോടെ.
ദേ ആരാ വന്നിരിക്കുന്നെന്ന് കണ്ടോ? ശാരദാമ്മ. ഒരു സ്വീകരണം കൊടുക്കണല്ലോ പ്രമീളെ. നീ വാ. എന്താ ശാരദാമ്മേ, അങ്ങനെയല്ലേ ശാസ്ത്രം? സത്യമേ, ഇത് ചോദിച്ചു വാങ്ങിയതാ. നിങ്ങളല്ല, നിങ്ങളുടെ മകള്. പലവട്ടം ഞാൻ അവളെ നിർബന്ധിച്ചതാ സത്യം എന്തായാലും തുറന്നു പറയാൻ. അപ്പോഴവൾക്ക് പറയാൻ ഒന്നുമില്ല. അവള് തെറ്റുകാരിയാണെന്നല്ലേ അതിനർത്ഥം? എന്റെ മകള് തെറ്റ് ചെയ്തിട്ടില്ല സത്യമേ. പിന്നെ എന്റെ ഭാഗത്താണോ തെറ്റ്? ശാരദാമ്മ പറയണം. അതല്ലാന്ന് തെളിയിക്കാൻ തന്നെയാ നിങ്ങളുടെ മകള് കല്യാണം കഴിയുന്നത് വരെ ഇവിടെ ഉണ്ടാകണമെന്ന് ഞാൻ ശാഠ്യം പിടിച്ചത്. കല്യാണ സദ്യ കഴിഞ്ഞ് കൈയും കഴുകി കാഴ്ചക്കാരിൽ ഒരാളായി അവൾക്ക് ഇവിടുന്ന് പടിയിറങ്ങാം. ജീവിതത്തിൽ ഒരിക്കലും അവളുടെ നിഴൽ പോലും വീഴാൻ പാടില്ല ഈ പടിയിൽ. അവളുടെ അമ്മ എന്ന നിലയിൽ എതിർവാദങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഇപ്പോ ഈ നിമിഷം. ഇനി നിങ്ങൾക്ക് അതിനൊരു അവസരം ലഭിക്കില്ല. ശാരദയുടെ രക്തമാ സത്യമേ ശാലിനിയുടെ ഞരമ്പുകളിൽ കൂടെ ഒഴുകുന്നത്. അങ്ങനെ ഒരു പെണ്ണ് ചതിക്കില്ല സ്വന്തം ഭർത്താവിനെ. അതിലും ഭേദം മരണമാണെന്ന് കരുതുകയുള്ളൂ. പുറംകാലുകൊണ്ട് ചവിട്ടി എറിഞ്ഞിട്ടും 17 വർഷം മറ്റൊരു പുരുഷനെ പറ്റി ആലോചിക്കുക പോലും ചെയ്യാതെ നിത്യവും താലി പൂജിക്കുന്ന ഒരു അമ്മയുടെ മകളാ. നിങ്ങൾ പറഞ്ഞല്ലോ സാമ്പാറിന് ഉപ്പ് കുറഞ്ഞോന്നും അവിയലിന്റെ കൂട്ട് ശരിയാണോന്നും കാളനും മോലനും ഒക്കെ പാകത്തിനാണോന്ന് നോക്കാനുവേ ശാരദാമ്മയ്ക്ക് അറിയാന്ന്. ആ അറിയാം. പിടിച്ചു നിൽക്കാനുള്ള ഒരു പാവപ്പെട്ട പെണ്ണിന്റെ തത്രപ്പാടിന്ന് അതൊക്കെ പഠിച്ചത്. പിഴച്ചു പോവാനായിരുന്നെങ്കിൽ അതിന്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. ഏത് പ്രതിസന്ധിയിൽ പിടിച്ചു നിൽക്കാനും പൊരുതി ജയിക്കാനുള്ള തീയുണ്ട് എന്റെ ശാലിനിയുടെ രക്തത്തിന്. ഈ ലോകം മുഴുവൻ എതിരെ നിന്ന് കുറ്റപ്പെടുത്തിയാലും ഞാൻ എന്റെ ശാലിനിയെ അവിശ്വസിക്കില്ല സത്യാമ്മേ. രക്തഗുണം ഇനിയും വിസ്തരിക്കല്ലേ ശാരദാമ്മേ. DNA ടെസ്റ്റിന് വേണ്ടി ആ രക്തം ഒരിക്കൽ പരിശോധിക്കാൻ ഒരുങ്ങിയതാ ഞാൻ. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം ഗൗതജംബൂവരസാരഭക്ഷിതം സമാസുതം രോഗവിനാശകാരണം ജംബൂവനസാരഭക്ഷിതം രോഗവിനാശകാരണം പാദപങ്കജം. എന്നാ ഇനി വരണേ വിളിച്ചോളൂ. ആ ശാലിനി. ആന്റി അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഫോൺ ചെയ്യാം. സത്യാമ്മ, ആ വിഷ്ണു, നീ ഇങ്ങ് മണ്ഡപത്തിലേക്ക് വാ. എല്ലാരും കാത്തിരിക്കുവാ നിന്നെ. എടാ പറഞ്ഞു കേട്ടില്ലേ നീ? എന്നാ വാ,
വൈകണ്ട. നീ ഫോൺ ദാസിന് കൊടുത്തേ. നിനക്ക് തരാൻ പറഞ്ഞു. സത്യാമ്മേ, നീ അവനെ പെട്ടെന്ന് കൂട്ടിക്കൊണ്ടുവാ. ഇവിടെ മണ്ഡപത്തിൽ എല്ലാവരും കാത്തിരിക്കുക അവനെ. മുഹൂർത്തമായി. എന്താ നിനക്കൊരു വിഷമം പോലെ? ഒന്നുമില്ല സത്യാമ്മേ. ഒന്നും ഉണ്ടാവരുത്. ആശാന് പിഴച്ചാൽ നല്ലത് പറഞ്ഞു കൊടുക്കേണ്ടത് കൂട്ടുകാരാ. ആ, ആശാനെ, വിഷ്ണു വന്നിരിക്കടാ. നിന്നോട് വരാനല്ലേ പറഞ്ഞേ? വാ വാ. ഇരിക്കും. മോനെ ഇരിക്കേ. ഇരിക്കേ. ഇനി വധുവിന് വന്നിരിക്കാം. വാ മോളെ, മോള് വാ വാ. വാ മോളെ, ഇങ്ങോട്ടിരുന്ന്. സർവമംഗളമംഗല്യേ ശിവേ സർവാപസാരേ ശരണ്യേ ത്ര്യംബകേ ഗൗരി നാരായണി. ഇനി താലി കെട്ടിക്കോളൂ. വിഷ്ണു വാങ്ങാനല്ലേ പറഞ്ഞേ? വിഷ്ണു താലി വാങ്ങിച്ചോളൂ. വേണ്ട, ഇതൊക്കെ എന്താ? ചായക്കടക്കാരി. വിഷ്ണു നിക്കടാ അവിടെ. തൊട്ടു പോകരുത് അവളെ. തൊട്ടു പോകരുത്. വേണ്ട വേണ്ട. അങ്ങോട്ട് വിഷ്ണു. പലവട്ടം നീ എന്നെ ഇങ്ങനെ വിളിച്ചിട്ടുണ്ട്. അന്നൊക്കെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടുണ്ട് എനിക്ക്. ഇനിയൊരു വട്ടം കൂടി നിനക്കങ്ങനെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ലടി.
വേണ്ട, അവിടെ ഒന്നും ചെയ്യരുത്. നീ എന്ന പാഴ്ജന്മത്തിന്റെ നിഴല് പോലും വീഴില്ല ഇനി ഈ വളപ്പിനുള്ളിൽ. സുസ്മിത, സത്യഭാമയുടെ മരുമകൾ. നിക്ക്. താലമെടുക്കുമ്പോ മനസ്സിൽ പ്രാർത്ഥനയുണ്ടാവണം. ഈ ഇരിക്കുന്ന വിഷ്ണുവിന്റെ സഹോദരി സ്ഥാനമാണ് നിനക്ക്. ഇവരുടെ ദീർഘമാംഗല്യത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനയായിരിക്കണം മനസ്സ് നിറയെ. അച്ഛാ, താലി ആശീർവദിക്കണം. കൈവയ്യ, മനസ്സും. പ്രീതി, ശാലിനി, മതിയാവും. താലം തിരിച്ചുകൊണ്ടൊന്ന് വെച്ചോളൂ. ഇനി ചടങ്ങ് നടക്കട്ടെ തിരുമേനി. ദാ കെട്ടിക്കോളൂ. മോളെ പ്രീതി, ഇതെന്താ മോളെ പ്രീതി, പ്രീതി, പ്രീതി മോളെ, വിഷ്ണുവേട്ടാ, പ്രീതി, മോളെ പ്രീതി, പ്രീതി, എന്തു പറ്റിയേ? തല കറങ്ങിയെന്ന് തോന്നുന്നു.
ബോധം പോയി. പ്രീതി, മോളെ പ്രീതി, പ്രീതി, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ? നമുക്ക് ഡോക്ടറെ ഇങ്ങോട്ട് വിളിക്കാം. ഇവക്ക് ഒരു മിനിറ്റ് കൂടെ കഴിഞ്ഞ് വീണാ പോരായിരുന്നോ? എന്തിനാ വേറെ ഡോക്ടർ? ഞാൻ ഡോക്ടറല്ലേ, ഞാൻ പരിശോധിക്കാം. പെട്ടെന്ന് വാ. ഒന്ന് മാറി. പ്രീതി, പ്രീതി, പ്രീതി. അല്ല, ഞങ്ങളുടെ ഫാമിലി ഡോക്ടറുണ്ട്, സ്ഥിരം പരിശോധിക്കുന്ന. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ ഈ ഡോക്ടർ നോക്കല്ലേ? വിഷ്ണുവേട്ടൻ അതറിഞ്ഞ് ഈ എടുത്ത ചട്ടത്തിന്റെ സ്വഭാവം വെച്ച് എപ്പോഴെങ്കിലും ആ നാവിന്ന് അറിയാതെ വീണു പോകുന്നു പേടിച്ച്. അമ്മേ, അമ്മേ, മാപ്പാക്കണം അമ്മേ. അല്ല, ഇങ്ങനെ പോയാൽ എങ്ങനെയാ ഭാമേ? പ്രീതി, വന്നേ. മോളെ, ഇനി ഇവിടെ എന്ത് കാണാൻ നിൽക്കുക? വാ, നമുക്ക് പോകാം. വാ മോളെ, എന്റെ കൈ വിട്. മോളെ, പാചകത്തിന് വന്നവരും പന്തലുകാരും വരെ പോയി കഴിഞ്ഞു. നീ ഇനി ഇവിടെ എന്ത് ചെയ്യാനാ നിൽക്കുന്നത്? ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ? എന്താ ചെയ്യണ്ടേന്ന് എനിക്കറിയാം. ഇനി എന്ത് ചെയ്യാനാ? ഇനി നീ എന്തിനു നിൽക്കുക? ഇനി ഈ കല്യാണം നടക്കുമെന്നാണോ നീ വിചാരിക്കുന്നത്? സുസ്മിത വിചാരിക്കുന്നതേ നടക്കൂ. നടത്തിയിരിക്കും ഞാൻ. നിനക്ക് എന്താ മോളെ, ഭ്രാന്തായോ? ഇപ്പോഴും ഇത് തന്നെ പറയാൻ? അതെ, എനിക്ക് ഭ്രാന്ത് തന്നെയാ. ആ ഭ്രാന്തിന്റെ തീ ഇനി ആളി പടരാൻ പോകുന്നതേ ഉള്ളൂ.
അതിൽ കത്തി ചാമ്പലാവാതിരിക്കണെങ്കി കടന്നു പോ എന്റെ മുമ്പിന്ന്. മോളെ കടന്നു പോവാനാ പറഞ്ഞത്. വാസറല്ലേ, നമുക്കിപ്പോ പോവാം. അവളുടെ മനസ്സൊന്ന് ശാന്തമാവട്ടെ, അപ്പൊ ഒന്ന് കൂട്ടിക്കൊണ്ടുപോ. മോളെ കടന്നു പോവാൻ. വാസറല്ലേ, ഭസ്മമാകാൻ പോവുക ഇനിയില്ല. സുസ്മിത ഇനി ചെയ്യുന്നത് എന്താന്ന് കണ്ടോ? വിഷ്ണുവേട്ടൻ എന്റെയാ. ദൈവം അത്ര ക്രൂരനൊന്നും അല്ല സുസ്മിത. നീ എന്ന രാക്ഷസിയെ സഹിക്കാനുള്ള വിധി വിഷ്ണുവിനില്ല. കൊള്ളാം സത്യഭാമേ, കൊള്ളാം. ഇപ്പോഴും നീ സുസ്മിതയെ പറ്റി തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? അവളുടെ സങ്കടം, അവളുടെ വിഷമം, അത് മാത്രമേ നീ കാണുന്നുള്ളൂ സത്യഭാമേ. വാസ്തവത്തിൽ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവൾ ആരാ നിനക്ക്? കൂട്ടുകാരിയുടെ മകൾ അല്ലേ? അതിനപ്പുറം എന്തു ബന്ധുവാ നീ അവളും തമ്മിലുള്ളത്? അവളോട് എന്ത് കടപ്പാടാ നിനക്ക്? സ്വന്തം മക്കളെക്കാൾ നീ അവളെ സ്നേഹിക്കുന്നത് കാണുമ്പോ നിന്നോട് എനിക്ക് പുച്ഛം തോന്നുക. ഞാൻ കാരണം ആ കുട്ടിയുടെ ജീവിതം തകർന്നത്. ജീവിതം തകർന്നെന്നോ? മനസ്സിലാകുന്നല്ലേ സത്യഭാമ നീ പറയുന്നത്? പാവം, അവളുടെ കല്യാണം മുടങ്ങി. ഒന്നല്ല 2 വട്ടം. അതിന് കാരണക്കാരി ഞാനും കൂടിയാ. സുസ്മിതയുടെ കല്യാണം മുടങ്ങിയതിന് നീ എങ്ങനെ കാരണക്കാരിയാവും സത്യഭാമേ? വിഷ്ണു സുസ്മിതയെ തന്നെ വിവാഹം കഴിക്കുമെന്ന് വാക്ക് നൽകിയത് ഞാനാ. അത് വിശ്വസിച്ച സുസ്മിത കല്യാണ മണ്ഡപത്തിലേക്ക് ഒരുങ്ങി ഇറങ്ങി വന്നത്. അത് കറക്റ്റ്, നീ പറഞ്ഞത് ശരിയാ. പക്ഷേ അതിനു മുൻപ് നിനക്ക് നിന്റെ മനസ്സ് കാണാമായിരുന്നു. അമ്മയെ ദൈവമായി ആരാധിക്കുന്നവൻ, അമ്മയെന്ന് നെഞ്ചിൽ പച്ച കുത്തിയവൻ, അവന്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത നീ ഒരു തോൽവിയാണ് സത്യഭാമേ. ലോക തോൽവി. മനസ്സിൽ എന്താണെന്ന് നിന്റെ മക്കൾക്ക് അറിയാൻ പറ്റുന്നില്ലെങ്കിൽ അത് ഒരമ്മയുടെ തോൽവി തന്നെയാണ് സത്യഭാമേ. അമ്മയെന്ന് മാത്രമല്ല, ഒരു ഭാര്യ എന്ന നിലയിലും നീ പരാജയപ്പെട്ടു സത്യഭാമേ. എല്ലാം മനസ്സിലാക്കിയിട്ടും നിന്റെ ഭർത്താവ് പോലും നിന്നോട് സത്യം പറയാതിരുന്നത് എന്താ?
നീ എന്ത് ചെയ്യുമെന്ന് അദ്ദേഹത്തിന് പോലും അറിയില്ല. സുസ്മിത പറയുന്നതാണല്ലോ നിനക്ക് വേദവാക്യം. ഇപ്പൊ നിനക്ക് സ്വന്തമായി കണ്ണോ കാതോ ഒന്നുമില്ല. സുസ്മിത കാണുന്നതേ നീ കാണൂ, സുസ്മിത കേൾക്കുന്നതേ നീ കേൾക്കൂ. സുസ്മിതയുടെ തലച്ചോറ് വെച്ച നീ ഇപ്പൊ ചിന്തിക്കുന്നത്. നിന്റെ നാവ് പോലും സുസ്മിതയുടെ അടുത്ത് നിന്ന് കടമെടുക്കുന്നതാ. നീ എന്തോ പറഞ്ഞു വരുന്നത്? നിനക്ക് ഭർത്താവും മക്കളുമായുള്ള ബന്ധത്തിനിടെ ഇപ്പോഴൊരു മറയുണ്ട്. ആ മറയുടെ പേരാ സുസ്മിത. നിന്റെ ഭർത്താവോ മക്കളോ അല്ല നാട്ടുകാർക്ക് മുന്നിൽ നിന്നെ നാണം കെടുത്തിയത്. നിന്റെ പ്രിയ തോഴിയുടെ മകൾ തന്നെ. നിർത്ത, എനിക്കൊന്നും കേൾക്കണ്ട. അങ്ങനെ കണ്ണടച്ചിരിച്ചാക്കി കളയല്ലേ സത്യഭാമേ. ഇനി ഇതൊന്നും മനസ്സിലാക്കിയില്ലെങ്കിൽ സത്യഭാമ തകർന്ന് തരിപ്പണമാവും. നാട്ടുകാരുടെ പരാതികളും പരിദേവനങ്ങളും തീർപ്പാക്കുന്നവൾക്ക് സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ അറിയില്ലെന്ന് ആൾക്കാർ പഴി പറഞ്ഞ് ചിരിക്കും. നിർത്താനാ ഞാൻ പറഞ്ഞത്. നിക്ക്, ഇതുകൂടി കേട്ടോ. നിന്നെ മുന്നിൽ നിർത്തി സുസ്മിത യുദ്ധം ചെയ്യുന്നത് ശാലിനിയോടാ. അവളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കി വിഷ്ണുവിനെ സ്വന്തമാക്കാൻ. പലവട്ടം അവൾ അതിൽ തോറ്റു. സത്യവും നീതിയും ശാലിനിയുടെ പക്ഷത്തായതുകൊണ്ട് സുസ്മിതയോ നീയോ ജയിക്കാൻ പോകുന്നില്ല സത്യഭാമേ. നിർത്താൻ പറഞ്ഞതിൽ മാറ്റമില്ല. ശാലിനിയെ നീ ജയിക്കാൻ പോകുന്നില്ല. നിർത്ത, ഒരിക്കലും നിർത്താൻ. നിർത്താൻ. അമ്മേ, അമ്മേ, സത്യമേ, അമ്മേ, അമ്മ വാതിൽ തുറക്കമ്മേ. അമ്മ വാതിൽ തുറന്നേ. അമ്മേ, സത്യമേ. അമ്മ മുറി അടച്ചിട്ടിരിക്കല്ലേ? എന്താ ആലോചിച്ചോണ്ടിരിക്കുന്ന? ഒന്നുമില്ല ശാലിനി. കഴിഞ്ഞു പോയതൊക്കെ മനസ്സിലിട്ട് ചുട്ടുപഴിപ്പിക്കുകയാണോ? നോക്ക്, അത് കഴിഞ്ഞില്ലേ, വിട്ടുകളാ. അമ്മ എന്നോട് ക്ഷമിക്കൂ ശാലിനി. ക്ഷമിക്കാൻ പ്രീതി എന്ത് തെറ്റ് ചെയ്തു? അമ്മയോട് ഞാൻ നുണ പറഞ്ഞില്ലേ? നുണ പറഞ്ഞു എന്നുള്ളത് ശരിയാ, പക്ഷെ അത് നല്ലതിന് വേണ്ടിയല്ലേ? എന്നാലും വെറുതെ മനസ്സ് വിഷമിപ്പിച്ച് ആരോഗ്യം കളയല്ലേ പ്രീതി. നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ? എനിക്കൊന്നും കഴിക്കണമെന്ന് തോന്നുന്നില്ല ശാലിനി. ആ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഈ സമയത്തെ വിശന്നിരിക്കാൻ പാടില്ല, എന്ത് സങ്കടം ഉണ്ടായാലും. വാവയ്ക്ക് അതിന്റെ കേട്. വന്നേ, ആദ്യം അച്ഛനും സത്യാമ്മയ്ക്കും ആഹാരം കൊടുക്കാം. ഞാനോ? ആ, അവരും ഒന്നും കഴിച്ചിട്ടില്ല. നമുക്കാദ്യം അവർക്ക് കൊടുക്കാം, എന്നിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കാം. ശാലിനി, ഞാൻ വരാനാ പറഞ്ഞേ. വാ വാ. എനിക്ക് വേണ്ടടി നിന്റെ ഉപദേശം ഊട്ടുവന്നു. എന്താ അമ്മയെ കാട്ടി? നീ ആരടി എന്നോട് ചോദിക്കാൻ? ഇവളെ കണ്ട് നീ പഠിക്കുക. സമ്മതിച്ചു തരാൻ പോകുന്നില്ലേ സത്യഭാമ? സത്യമ്മയ്ക്ക് എന്നോടല്ലേ ദേഷ്യം? പ്രീതി എന്തിനാ വഴക്ക് പറയുന്നത്? ആരോട് എന്തു പറയണമെന്ന് ഞാൻ തീരുമാനിക്കും. കൂടെ നിന്ന് ചതിച്ചവളാ ഇവള്. അമ്മ വിളിക്കരുത് നീ എന്നെ അങ്ങനെ. വിളിക്കരുത്. അമ്മ എന്നൊരു ബോധം ഇവൾക്ക് മനസ്സിലുണ്ടായിരുന്നെങ്കിൽ സുസ്മിതയുമായി വിഷ്ണുവിന്റെ വിവാഹം ഉറപ്പിക്കുന്ന സമയത്തെങ്കിലും എന്നോടൊരു വാക്ക് പറയുമായിരുന്നു. എങ്കിൽ ഈ മാനക്കേട് എനിക്ക് ഉണ്ടാവില്ലായിരുന്നു. സുസ്മിതയ്ക്കുണ്ടായ അപമാനം അതിനാര് സമാധാനം പറയും?
സത്യഭാമിയുടെ വാക്കാ തെറ്റിയത്. ഒന്നല്ല 2 വട്ടം. അതിന് കാരണക്കാരാരായാലും ക്ഷമിക്കില്ല സത്യഭാമ, ജീവനുള്ള കാലത്തോളം. അമ്മേ, കടന്നു പോകാൻ പറ രാഘവേട്ട, ഇല്ലെങ്കിൽ കഴുത്തിന് പിടിച്ച് പുറത്തു തള്ളി ഞാൻ രണ്ടുപേരെ. മക്കളെ, നിങ്ങളിപ്പോ പോ. ഇനിയും എന്നാണോ ഭാമ അവളെ സ്നേഹിക്കുന്നവരെ തിരിച്ചറിയുന്നത്?